السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനമുള്ള സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരുന്നു. ഓരോ സന്ദർഭത്തിലും ഓരോ സമയത്തും സഹാബാക്കളെ ഒരു നിമിഷം പോലും അള്ളാഹുവിനോടുള്ള കടപ്പാടുകളുടെ വിഷയത്തിലോ അള്ളാഹുവിനോട് എങ്ങനെയാവണം എന്ന വിഷയത്തിലോ അള്ളാഹുവിനെ എങ്ങനെ കാണണം എന്ന വിഷയത്തിലോ ഒരു നിമിഷം പോലും അവരെ മാറി ചിന്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസരം കൊടുത്തില്ല. എവിടെയൊക്കെ അവസരങ്ങളും സന്ദർഭങ്ങളും കിട്ടുമോ അവിടെയൊക്കെ സഹാബാക്കളുടെ ഈമാനെ ഉറപ്പിക്കാനും അള്ളാഹുമായി ബന്ധപ്പെടുന്ന അള്ളാഹുവിനോടുള്ള അടുപ്പം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമോ, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെ നിലപാടുകൾ എടുക്കണം എന്ന വിഷയത്തിലൊക്കെ വളരെ കറക്റ്റ് ചെയ്തുകൊണ്ട് അവരെ മുമ്പോട്ട് കൊണ്ടുപോയി. എത്രത്തോളം ഞാൻ പറഞ്ഞു, ഒരു സഹാബി, ഒരു റജുൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിഷയം സംസാരിക്കുകയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅ്ത, നബിയെ അള്ളാഹു ഉദ്ദേശിച്ചാൽ, വശിഅ്ത താങ്കൾ ഉദ്ദേശിച്ചാലും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അതേപോലെ താങ്കൾ ഉദ്ദേശിച്ചാൽ എന്ന ആ വാക്ക് പറഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞത്, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് പകരക്കാരനാക്കാണോ, നീ എന്നെ അള്ളാഹുവിന് പകരക്കാരനാക്കുകയാണോ. ഇവിടെ ആ വ്യക്തി പറഞ്ഞ ആ ഒരു വാക്കിന്റെ പ്രശ്നം എന്താണെന്നറിയോ? മാഷാ അള്ളാഹു എന്നത് ക്ലിയർ ആണ്, ഷിഅ്ത എന്നത് പറഞ്ഞാലും ക്ലിയർ ആണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മശീഅത്ത് ഉണ്ട്, ഉദ്ദേശിക്കലുണ്ട്. മനുഷ്യന്റെ സിഫത്താണ്. മനുഷ്യന് അങ്ങനെയുള്ള സിഫത്തുണ്ട്. ഞാൻ ഉദ്ദേശിച്ചാൽ, ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല, ഞാനിപ്പോ തീരുമാനിക്കുന്നില്ല, എനിക്കിപ്പോ തോന്നുന്നില്ല. മശീഅത്ത് നമുക്കുണ്ട്, മനുഷ്യനുള്ള സിഫത്താണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിയെ താങ്കൾ ഉദ്ദേശിച്ചാൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിച്ചാൽ അത് നടക്കും എന്ന രൂപത്തിൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഉദ്ദേശിക്കുക എന്നുള്ളത് നമുക്ക് കഴിയുന്ന ഒരു സംഗതിയാണ്, അള്ളാഹ് നമുക്ക് തന്നത് സംഗതിയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ സംഭവിച്ചത്? മാഷാ അല്ലാ എന്ന് പറഞ്ഞതിന് ശേഷം വശിഅ്ത എന്നാണ് പറഞ്ഞത്. ഈ വാവില്ലേ, അതാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഈ വാവ് ഹർഫ് അത്ഫ്, വാവ് ഹർഫ് അത്ഫ്. ഒരു കാര്യത്തെ പറഞ്ഞ് തുല്യമായിട്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയും ജാ മുഹമ്മദുൻ, മുഹമ്മദ് വന്നു, വസൈദുൻ, സൈദും വന്നു. ജാ മുഹമ്മദുൻ വസൈദുൻ, മുഹമ്മദ് വന്നു, സൈദും വന്നു. ഈ വരിക എന്നുള്ളതിൽ മുഹമ്മദും സൈദും തുല്യമാണ്, രണ്ടെണ്ണം തുല്യരാണ്. ആ മജീ, ആ വരൽ, ആ ഒരു വിഷയത്തിൽ രണ്ടുപേരും തുല്യരാണ്. മുഹമ്മദ് വന്നു, സൈദും വന്നു. അപ്പം അദ്ദേഹം മാഷാ അള്ളാഹു വശിഅ്ത എന്നതിൽ ഒരു തുല്യപ്പെടുത്തലുണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും. അവിടെയാണ് അള്ളാഹ് റസൂൽ തിരിച്ചു വയ്ക്കുന്നത്, നീ അള്ളാഹുവിന് പകരക്കാരനാക്കുകയാണോ?
അള്ളാഹുവിന്റെ റസൂൽ ആ തൗഹീദിന്റെ വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മത ആലോചിച്ചു. ഒരു പൊടിക്ക് പോലും മനുഷ്യൻ അള്ളാഹുവിന്റെ വിഷയത്തിൽ അശ്രദ്ധനാവരുത്, വാക്കിൽ പോലും പ്രശ്നമാവരുത്. ഇത് എങ്ങനെ പറയാന്നറിയോ? പണ്ഡിതന്മാർ പറഞ്ഞു, മാഷാ അള്ളാഹു സുമ്മ ശിഅ്ത എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഈ സുമ്മ എന്നുള്ളതും ഹർഫ് അത്ഫാണ്. വാവിനെ പോലെ, അറബി ഭാഷയിൽ വാവിനെ പോലെ ഉപയോഗിക്കുന്ന മറ്റൊരു സംഗതിയാണ് സുമ്മ. അപ്പം ജാ മുഹമ്മദുൻ, മുഹമ്മദ് വന്നു. സുമ്മ സെയ്ദുൻ എന്ന് പറഞ്ഞാൽ സെയ്ദും വന്നു, പക്ഷെ മുഹമ്മദിനെ പോലെയല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഒരു തഖീർ ഉണ്ട്, തുല്യതയില്ല. ഞാൻ പറയാണ് ജാ മുഹമ്മദ് സുമ്മ സെയ്ദ്, മുഹമ്മദ് വന്നു പിന്നെ സെയ്ദും വന്നു. അപ്പം അതിൽ തുല്യതയില്ല, അതിലെന്തുണ്ട്? തഖീർ ഉണ്ട്. സുമ്മ എന്നതിൽ ഒരു, അതായത് വിരലിൽ രണ്ടുപേരും ഒരുപോലെയാണെങ്കിലും അതിന്റെ സിഫത്തിലും കൈഫിയത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, മാഷാ അള്ളാഹു സുമ്മ ശിഅ്ത എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഒരാളുടെ വിഷയത്തിൽ മാഷാ അള്ളാഹു സുമ്മ ശിഅ്ത, അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതേ സ്ഥാനത്ത് മാഷാ അള്ളാഹു വശിഅ്ത എന്ന് പറഞ്ഞാൽ തെറ്റുണ്ട്. അതിൽ നിങ്ങൾ ആ മശീയത്തിൽ രണ്ടുപേരെയും തുല്യപ്പെടുത്തി. സൂക്ഷ്മതയാണ് തൗഹീദിന്റെ വിഷയത്തിൽ. തൗഹീദിന്റെ വിഷയത്തിലെ സൂക്ഷ്മതയാണ്. നമുക്ക് വാദിക്കാം, സമർത്ഥിക്കാം, രണ്ടും ആതിഫിന്റെ ഹർഫല്ലേ, നമ്മളെ നിയ്യത്ത് അതല്ലല്ലോ. അള്ളാഹു റസൂൽ ഒരുപോലെയാണെന്ന് ആ സഹാബിനോട് അള്ളാഹു റസൂൽ ചോദിച്ചു, നീ ഇവിടെ എന്നെ അള്ളാഹിനെ ഒരുപോലെ ആക്കാൻ തീരുമാനിച്ചിട്ടാണോ ഇത് പറഞ്ഞത്? അങ്ങനത്തെ ഒരു നിയ്യത്ത് ഒന്നുമില്ല. അവിടെ വേറെ ഇസ്തിഫ്സാറോ വേറെ ഒരു ചോദ്യമോ വേറെ ഒന്നുമില്ല. അള്ളാഹു റസൂൽ ഉടനെ മറുപടിയാണ്, അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹുവിനെ പകരക്കാരനാക്കാണോ? ആ വാവ് ആതിഫ്, ആ വാവ് കൊണ്ട് അള്ളാഹുവിനെ പകരക്കാരനാക്കി എന്നുള്ളതാണ് അള്ളാഹു റസൂലിന്റെ മറുപടിയിൽ നിന്ന് കിട്ടുന്നത്. അവിടെ വേറെ പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, എന്റെ നിയ്യത്ത് അതല്ല, എന്റെ വിശ്വാസം അതല്ല, ഞാൻ അങ്ങനെ കരുതിയിട്ടല്ല, ഞാൻ ഇങ്ങനെ. അവിടെ പറയണ്ട, അത് പ്രശ്നമാണ്. ഇന്ന് നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ നാളെ നീ ഇതല്ല പറയാ എന്നുള്ളിടത്താണ്. അപ്പൊ തൗഹീദിന്റെ വിഷയത്തിൽ അത്രയും ശ്രദ്ധിച്ചു. സഹാബാക്കളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു മരത്തിനടുക്കിലെത്തി. ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരം. അതായത് ജാഹിലിയ്യത്തിൽ യുദ്ധത്തിന് മറ്റൊക്കെ ഇവര് പോകുമ്പോ ഇവരെ വാളൊക്കെ തൂക്കിയിട്ട് ഒരു ബർക്കത്തെടുക്കൽ, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ യുദ്ധത്തിൽ നമുക്ക് വിജയം കിട്ടും, വിജയം ലഭിക്കും എന്ന രൂപത്തിൽ അവർ ഒരു ഇത് കാണുന്ന അല്ലെ. ചിലല്ലോ നല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ വീട് കൂടുന്നതിന് മുമ്പ് വീട്ടിലെ താക്കോല് ജാറത്തിൽ കൊണ്ടുപോയിട്ട് ജാറത്തെ താക്കോല് വെച്ചിട്ട്, അതേപോലെ പുതിയ വണ്ടി വാങ്ങിയ നേരെ ജാറത്തിലേക്ക് എടുക്കും. ഹിന്ദുക്കളൊക്കെ അമ്പലത്തിലേക്ക് നേരെ കൊണ്ടുപോയത് ചെറുനാരങ്ങ കൊടുക്കുന്ന സിസ്റ്റമൊക്കെ ഇല്ലേ, ചെറുനാരങ്ങ പൂജിച്ച എന്റെ മേലെ ടയർ കയറ്റിയാൽ ഐശ്വര്യമായി പിന്നെ വണ്ടിക്ക്. മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. എന്റെ അറിവിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ പുതിയ ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് ആദ്യത്തെ പോക്ക് ദർഗയിലേക്കാ. അവിടെ പോയിട്ട് അതിന്റെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് എല്ലാ ഐശ്വര്യവും ആ തങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് ആണ് ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങുന്നത്. കുറച്ച് ഓടിച്ചിട്ടുള്ളൂ, ഓട്ടോറിക്ഷ വിറ്റു. മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്നതാണ്. അപ്പൊ ഇത് ജാഹിലിയത്തിലുണ്ട്. നമ്മള് അള്ളാഹുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ ഇവർ മക്കത്തെ മുശ്രിക്കീങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ ഒരുപടി മുന്നിലാണ് എന്ന് നമ്മൾ വെറുതെ പറയാണെന്ന് കരുതരുത്. നമുക്കങ്ങനെ ആരോടാണ് നമുക്ക് വെറുപ്പ്? ആരോടാണ് നമുക്ക് ദേഷ്യം? ദേഷ്യം ഉണ്ടാണെങ്കിൽ ഭൗതികമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടക്കണം, കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം നടക്കണം. എന്നാലല്ല ഒരാളോട് ദേവൻ എന്നട അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ഇത്ര പൈസ മുക്കീന്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ലോൺ അങ്ങനെ ചതിച്ചിന്. ഒരു മനുഷ്യന് ഒരാളോട് നമുക്കിതൊന്നുമില്ല. ഇവരോട് അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. നമ്മളുടെ വിഷയം തൗഹീദ് മാത്രമാണ്. നിങ്ങൾ ജൽപ്പിക്കുന്ന ഈ വാദങ്ങൾ അത് പിഴച്ചതാണ്, നിങ്ങളെ കാലാകാലം നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം പഠിച്ചപ്പോൾ എന്താണ് അള്ളാഹു റസൂൽ അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, എവിടെയാണ് അള്ളാഹു റസൂലുമായിട്ട് അവർ തെറ്റിയത് എന്ന വിഷയം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. ഖലാസ്. അതിന്റെ പുറം നിങ്ങളെ ശിർക്ക് നിങ്ങളെ മുശ്രിക്കാക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സുഖം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ട് എങ്കിലൊക്കെ ഒന്നുമില്ല.
അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇപ്പൊ മക്കത്ത് മുശ്രിക്കീങ്ങളായ ആളുകൾ ജാഹിലിയത്തിൽ ചെയ്തിരുന്ന പ്രവൃത്തിയാണിത്. ഈ മരത്തിനടുക്കൽ പോയിട്ട് വാളുകൾ തൂക്കിയിടുക, ഒരു ബർക്കത്ത് എടുക്കുക, അതിനുശേഷം നടക്കുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ അതിനുശേഷം എന്തെങ്കിലും വാളുമായി ബന്ധപ്പെട്ട ആവശ്യം ഉണ്ടായാൽ നമുക്കതിലൊരു വിജയമുണ്ട് എന്നൊരു വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുമായിട്ട് അതുവഴി പോകുമ്പോൾ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാത അൻവാത്ത്. നമുക്ക് ദാത്ത അൻവാത്ത്, അവർക്ക് ദാത്ത അൻവാത്തുള്ള പോലെ ഇതേപോലെ ഒരു ബർക്കത്തെടുക്കുന്ന സിസ്റ്റം. മനുഷ്യന്റെ അവസ്ഥ അതാണ്. ഇപ്പോൾ നമ്മളുടെയും അവസ്ഥ, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി തൗഹീദിന്റെ ആളായി അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചു. നമുക്ക് ഇഷ്ടല്ലേ ഒരു സെറ്റപ്പ് അല്ലേ? നഅൂദുബില്ല, അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചതാണ് അല്ലെ? അള്ളാഹു ഇസ്ലാമാകുന്ന തൗഹീദാകുന്ന പ്രകാശം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു. അതിന്റെ അപ്പുറം നമുക്ക് പറയാനുള്ളത് നമുക്കൊന്നും പറയാനില്ല. അപാരമായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ ആ ഒരു പ്രകാശത്തിന്റെ നോട്ടം അള്ളാഹു നമ്മളെ നോക്കി അള്ളാഹു സെലക്ട് ചെയ്തു, അള്ളാഹുവിന്റെ ആളാക്കിയിട്ട്. അല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ പൂജ നടത്താൻ അവരോട് ചോദിച്ചോക്കെ, അവർ ആനന്ദം കണ്ടെത്താണ്, ഒരു രസം. ഞാൻ പറയട്ടെ, രാഷ്ട്രീയം എടുക്കും, ഒരു നേതാവിനെ ഉണ്ടാക്കുക, എന്നിട്ട് ആ നേതാവിനെ ഇങ്ങനെ പുകഴ്ത്തി പറയാ, രസാണ്. അയാൾ എൻ്റെ ആളാണ്, അയാളാരും ഞാൻ പറയാൻ വിടൂല. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫിത്രത്തിലുള്ള ഒരു വികാരമാണ്. അത് ഏതൊരു വിഷയത്തിലെടുത്തോളൂ. അള്ളാഹു അതിൽ നിന്നെല്ലാം മുക്തമാക്കി. അള്ളാഹുവാണ് നിങ്ങളുടെ ഇലാഹ്, അതിനപ്പുറം നമുക്ക് വേറൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ നേതാവ്. അതിന്റെ രണ്ടാമത് നേതാവിനെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല. അള്ളാഹ് റസൂല് പറഞ്ഞു, നമ്മൾ അംഗീകരിക്കാൻ റെഡി. അള്ളാഹ് റസൂല് പഠിപ്പിച്ചോ, നമ്മൾ അംഗീകരിക്കാൻ. അതിന്റെ അപ്പുറം ഇനി ആര് വന്ന് പറഞ്ഞാലും, പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത്, ഏതൊരു വിഷയത്തിലും നമ്മൾ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർക്ക് എന്തെങ്കിലും വിഷയത്തിൽ തെറ്റുപറ്റിയതായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിച്ചതായിട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നിലപാട് എന്താണ്? നമ്മുടെ നിലപാട്, സലഫികളുടെ നിലപാട് എന്താണ്? നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിലേക്ക് മടങ്ങോ, അല്ലെങ്കിൽ ആ പണ്ഡിതന്റെ ഫളായില് പറഞ്ഞിട്ടും ആ പണ്ഡിതന്റെ മഹത്വവും അല്ലെങ്കിൽ ആ പണ്ഡിതന്റെ ജീവിതത്തിലുള്ള കറാമത്തും പറഞ്ഞിട്ട് ആ പണ്ഡിതന്റെ വാക്കെടുക്കോ? നമ്മുടെ സലഫികളുടെ നിലപാട് എന്താണ്? നമുക്ക് ഇത്തിബാ ചെയ്യാൻ ഒരാളേ ഉള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മദീനത്ത് എന്ന് പറഞ്ഞു, എല്ലാവർക്കും തെറ്റുപറ്റും, ഇല്ലാ സാഹിബി ഹാദിൽ ഖബർ, ഈ ഖബറിലുള്ള ഈ മനുഷ്യനൊഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് നമ്മൾ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ മദ്ഹബിന്റെ മുഖല്ലിദാവാത്തത്? നമ്മുടെ നേതാവ് ഇമാം ഷാഫിഈ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ നമ്മുടെ നാട് കേരളത്തിലില്ലായിട്ടാണ്. ഉത്തരേന്ത്യയിൽ പോയ കടിയാണ് ഷാഫി മദ്ഹബുകാരും ഹനഫി മദ്ഹബുകാരും. യുദ്ധാണ്. നമ്മൾ എവിടെ ഏതുപോലെ നമ്മൾ സംസ്ഥക്കാരോട് അടി കൂടുന്നുവോ അതുപോലെയാണ് ഷാഫിക്കാരും ഹനഫിക്കാരും. ഷാഫിഈ ശരിയല്ല, ഇന്ന വിഷയത്തിൽ ഹനഫി മദ്ഹബാണ് ശരി എന്ന് വാദിച്ച പ്രശ്നമുണ്ട് അവിടെ. ഹനഫികൾക്ക് ഷാഫി മദ്ഹബ് സ്വീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര പ്രശ്നമാണ് അവിടെ. എത്രത്തോളം ഞാൻ അടുത്ത് കേട്ടു, ഒരു ഹനഫി ബറേലിയാണ് ആള്, എങ്കിലും ഫിഖഹിൽ അവർക്ക് നാലാലൊരു മദ്ഹബ് എന്ന് പറയുകയാണെങ്കിൽ ഏതോ അംഗീകരിച്ചു കൊടുക്കണ്ടേ? അയാൾ പ്രസംഗിക്കാണ്, അയാളുടെ അഖീദ വിശ്വാസമൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അതേപോലെ തന്നെ ഫിഖഹിന്റെ വിഷയത്തിൽ ഇമാം അബു ഹനീഫ ഇമാമുൽ ആളം എന്നാണ് അവർ വിളിക്കുക. ഇമാമുൽ ആളം അബു ഹനീഫ റഹിമഹുള്ളയുടെ വിശ്വാസമല്ലാതെ അഖീദ ഫിഖ് അല്ലാതെ മറ്റൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പ്രസംഗിക്കാണ് അയാൾക്ക് എന്ത് അർഹതയാണ് പറയാനുള്ളത്? അവരെ മുശദ്ദിദീങ്ങളാണ് ആ വിഷയത്തിൽ. നമ്മളെ ഹനഫിയാണ് നല്ലതെന്ന് അവർ വാദിക്കും, ഷാഫിയാണ് നല്ലതെന്ന് വാദിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 ഇമാമിങ്ങളും തുല്യരാണ്. നമ്മൾ 4 പേരെയും അംഗീകരിക്കുന്നവരാണ് നമ്മൾ. അബു ഹനീഫ റഹിമഹുല്ലാഹ് ഇസ്ലാമിന്റെ കാവൽഭടനാണ്, നമ്മളെല്ലാവരും വിശ്വസിച്ചേ പറ്റൂ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബോധകനാണ്, ഇമാമാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് നമ്മളുടെ ഇമാമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് നമ്മുടെ ഇമാമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് നമ്മുടെ ഇമാമാണ്. തുല്യ അളവിൽ നമ്മൾ അംഗീകരിക്കാണ് 4 പേരെയും. അതേ സ്ഥാനത്ത് അവരോ ഒരാളെ പിടിച്ച മറ്റൊന്ന് തള്ളും. ഷാഫി മദ്ഹബിലുള്ള പല ഫിഖഹിന്റെ മസലകളെയും കളിയാക്കുന്നവരാണ് ഹനഫികൾ. എന്തുകൊണ്ട് നമ്മൾ മുഖല്ലിദാവുന്നില്ല? നമ്മൾ ഒരാളുടെ മുഖല്ലിദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് ചെയ്ത കാര്യത്ത് നമ്മൾ അന്ധമായി തഖ്ലീദ് ചെയ്യുന്നവരാണ്. എന്റെ റസൂൽ അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തെളിഞ്ഞു സ്വഹീഹ് ഹദീസ് കൊണ്ട് ഇനി ആരും ചർച്ചയ്ക്ക് വരണ്ട, ഞാനത് ചെയ്യും. കാരണം എന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സ്ഥാനത്ത് ഞാൻ ഷാഫിഈ
മദ്ഹബ് അംഗീകരിക്കുന്ന ഒരാളാണ്. ഒരു വിഷയം പഠിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഈ മസ്അലയിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അടുക്കലുള്ള തെളിവിനേക്കാൾ ബലമുള്ള തെളിവ് അല്ലെങ്കിൽ കൂടുതൽ തെളിവ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹുടെ കയ്യിലാണ്. അല്ലെങ്കിൽ ആ ഹദീസിനെ പഠിച്ചപ്പോൾ രണ്ടുപേരുടെയും തെളിവുകളെ തുലനം ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടത് അബൂ ഹനീഫ റഹിമഹുല്ലാഹയുടെ ഈ മസ്അലയുടെ തെളിവാണ് കൂടുതൽ ഖവിയ്യ്. ഞാൻ ആ തെളിവെടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്റെ വിഷയം ഇമാം ഷാഫിയോ ഇമാം അബൂ ഹനീഫയോ അല്ല. എന്റെ വിഷയം ദീനാണ്. എന്റെ വിഷയം ഹദീസിനോട് അള്ളാഹു റസൂലിനോട് യോജിക്കുന്നത് ഏത് എന്നതാണ് എന്റെ വിഷയം. നമ്മൾ കൽപ്പിക്കപ്പെട്ടത് അതാണ്. അതുകൊണ്ട് വളരെ ഭംഗിയായിക്കൊണ്ട് ഈ വിഷയത്തിൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹയുടെ മസ്അലയാണ് നമ്മൾ തർജീഹ് ചെയ്യുന്നത്. അതാണ് മസ്ജിദ് നബവിയിലെ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സലഫികളായ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെ ഒരേ നിങ്ങൾക്ക് ഷാഫി പറ്റൂല, നിങ്ങൾക്ക് നമ്മൾ മുഖല്ലിദല്ല, അന്ധമായിട്ട് ഇമാം ഷാഫി പറഞ്ഞാൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞാൽ അതിന്റെ അപ്പുറം നമുക്കൊന്നുമില്ല. ഇല്ല, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അപ്പുറം ഒന്നുമില്ല. അവിടെയാണ് നമ്മൾ. അതുകൊണ്ട് ആര് പറഞ്ഞാലും ശരി, ഹദീസിനോട് യോജിക്കുന്നില്ലേ, നമുക്കത് വേണ്ട. ഇവർ പറയുന്നതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഒരുപാട് ജീവിതത്തിൽ അത്ഭുതങ്ങളുള്ള പണ്ഡിതന്മാരാണ്, വലിയ മഹാന്മാരാണ്, വലിയകളാണ് ഇവരൊക്കെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇൽമ് എഴുതാൻ വേണ്ടി കൊണ്ടുവന്ന കടലാസിന്റെ കൂട്ടങ്ങൾ അദ്ദേഹത്തിന്റെ റൂമിൽ ഉണ്ടാകും. അത് എഴുതി കഴിഞ്ഞാൽ കടലാസുകൾ റൂമിൽ നിന്ന് മാറുന്നത് വരെ, ഒഴിവാക്കുന്നത് വരെ ആ റൂമിൽ കിടന്നുറങ്ങൂലെന്ന്. കാരണം ഇൽമ് എഴുതാൻ വേണ്ടി വെച്ച ആ കടലാസിന്റെ കൂട്ടത്തിൽ ഞാൻ കിടന്നുറങ്ങിയാൽ എന്റെ ഔറത്തെങ്ങാനും വെളിവായി പോയാൽ അതൊരു അദബുകളായി പോകുമോ എന്ന് ചിന്തിച്ചിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ മനാഖിബുകൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു സംഗതിയാണിത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. പണ്ഡിതന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടന്ന അവരുടെ കറാമത്തുകളൊക്കെ ഉണ്ട്. ആ രൂപത്തിൽ അവരുടെ സൂക്ഷ്മതയാണ്. ഒരു ഇൽമ് എഴുതാൻ അവർ ഉദ്ദേശിച്ച കടലാസുകളുടെ കൂട്ടത്തിൽ കടന്നുറങ്ങൂല, ഒരു ബഹുമാനക്കേടായി പോകുമോ എന്ന് പേടിച്ചിട്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയും അതുകൊണ്ട് ഇമാം ഷാഫിഈ തെറ്റൂല, അതുകൊണ്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് തെറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സംഭവിക്കാം. എന്നാൽ അവർ മുജ്തഹിദീങ്ങളാണ്. ഇജ്തിഹാദിനുള്ള യോഗ്യതയുള്ള പണ്ഡിതന്മാരാണ്. ഒരു മസ്അല അവരെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആ മസ്അലയിൽ നേരിട്ട് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നസ്സായിക്കൊണ്ട് തെളിവില്ല എങ്കിൽ ആ മസ്അലക്ക് ഹുക്മ പറയാൻ ഖുർആനിന്റെയും ഹദീസിന്റെയും സഹാബാക്കളുടെ ജീവിതവും എല്ലാം വെച്ചുകൊണ്ട് അവർ ഗവേഷണം നടത്തും, ഇജ്തിഹാദ് ചെയ്യും. ആ ഇജ്തിഹാദിൽ അവർക്ക് ബോധ്യപ്പെട്ട അതിന്റെ മറുപടി, അതിന്റെ നതീജ, അവരെത്തിയ ആ ഒരു റിസൾട്ട്, ആ റിസൾട്ടിന്റെ വിഷയത്തിൽ ആ റിസൾട്ട് അവർ പറയും. ആ റിസൾട്ട് തെറ്റിയാൽ അവരാ പറഞ്ഞത് തെറ്റിപ്പോയി, അവർക്കൊരു കൂലിയാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് തെറ്റുപറ്റി. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയെ സംബന്ധിച്ചിടത്തോളം അത് ഐബല്ല. അദ്ദേഹം മുജ്തഹിദാണ്. ഗവേഷണം ചെയ്തു, ഹദീസും ഖുർആനും പഠിച്ചു, അറബി ഭാഷ പഠിച്ചു, അറബി ഭാഷയുടെ സൂക്ഷ്മമായ ഗ്രാമറുകൾ പഠിച്ചു. എന്നിട്ട് ഈ വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു, ഈ പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു, നബി ഇവിടെ എവിടെ പറഞ്ഞതാണ്, ആരോട് പറഞ്ഞതാണ്, എപ്പം പറഞ്ഞതാണ്, എന്തിനു പറഞ്ഞതാണ് എന്ന എല്ലാ വശവും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇതിന്റെ ഹുക്മ് ഇന്നതാണ് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീനിൽ ഒരു മുജ്തഹിദിന് തെറ്റ് സംഭവിച്ചാൽ ഫലഹു അജ്റുൻ. അജ്റുണ്ട്. എന്തിനാ അജ്റ്? ഗവേഷണം ചെയ്തതിന്, ആ ഒരു യോഗ്യത നേടി ദീനിന്റെ വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തിയതിനുള്ള പ്രതിഫലം, തെറ്റുപറ്റിയതിന് പ്രതിഫലം കുറ്റമില്ല. എന്നാൽ ഒരു മുജ്തഹിദ് ഇജ്തിഹാദ് ചെയ്ത് ഒരു മസ്അലയിൽ കുറ്റാലോചിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ എന്നിട്ടൊരു മസ്അല പറഞ്ഞു, അത് ശരിയായി ഫലഹു അജ്റാൻ, അവന് രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന് ഇജ്തിഹാദ് നടത്തിയ പ്രതിഫലം, രണ്ട് അത് സവാബായ പ്രതിഫലം, ശരിയായ പ്രതിഫലം. ഇതാണ് ഒരു മുജ്തഹിദിന്റെ വിഷയം. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ പറഞ്ഞത് അത് തെളിവിനോട് യോജിക്കുന്നതല്ല എന്ന് പറയുന്നത് നമുക്ക് യാതൊരു മടിയും വേണ്ട. അത് ഇമാം ഷാഫിനെ കുറവാക്കലല്ല, സംഭവിക്കാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയെ പോലെയുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹിഹായാൽ അതാണ് എന്റെ മദ്ഹബ്. അവർക്കറിയാം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം, നമുക്ക് തെറ്റുകൾ പറ്റാം, നമുക്ക് പ്രശ്നങ്ങൾ പറ്റാം എന്നവർക്കറിയാം. ആ അടിസ്ഥാനത്തിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യഥാർത്ഥമായത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് മടങ്ങണം. നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് അത് സഹിഹായ രൂപത്തിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ എടുക്കണം.
ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും യോജിച്ചതാണെങ്കിൽ അത് എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? തഖ്ലീദ് ചെയ്യാത്തത്. നമ്മൾ മുഖല്ലിദല്ല. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ സൂക്ഷ്മമായാണ് ദീൻ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഓരോ നിമിഷവും സഹാബാക്കൾ ശ്രദ്ധിച്ചു. ഈ അവസരത്തിൽ പോകുമ്പോൾ അവർ പറഞ്ഞു, നബിയെ നമുക്ക് വേണം ഇതേപോലെ, ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹു ദാത്തു അൻവാത്ത്. അവർക്കുള്ളത് പോലെ ഒരു സെറ്റപ്പ് നമുക്ക് വേണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, മൂസാ നബിയുടെ ആളുകൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെയാണോ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്? മൂസാ നബിയോട് എന്താ പറഞ്ഞത്? മൂസാ നബിയുടെ ആളുകൾ എല്ലാം കഴിഞ്ഞിട്ട് കാളക്കുട്ടിന്റെ അടുത്തെത്തി. അങ്ങനെ കാളക്കുട്ടിനെ ഇങ്ങനെ പ്രചരിക്കുന്നതായിട്ടും അവര് കാളക്കുട്ടിന്റെ അടുത്ത് പോയിരുന്നിട്ട് പൂജിക്കുന്നതായിട്ടൊക്കെ ഇവർ കണ്ടപ്പോൾ ഇവർക്കൊരു മനുഷ്യൻ അല്ല. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉറുമ്പരിച്ച് കയറുന്നത് പോലെ എന്തിനാ പഠിപ്പിച്ചത്? ഉറുമ്പരിച്ച് കയറുന്നത് പോലെ അറിയാതെ മെല്ലെയാണ് ശിർക്ക് നമ്മളിലേക്ക് കടന്നു വരിക, നമ്മളെ സംസാരത്തിലേക്ക്. അതുകൊണ്ടാണ് അല്ലാഹു മാഷാ അല്ലാഹു വശിത അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അല്ലാണ്ട് ഈ വന്നാൾ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. ഒരു വ്യക്തി ചരടും കൊണ്ട് വന്നു. ആ ചരട് കെട്ടിയ വ്യക്തിയോട് ആ വ്യക്തിയോട് ഒന്നും പറഞ്ഞില്ല. ഷെയ്ഖ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ ചരട് കണ്ടിട്ടും അത് സംതിങ് റോങ്. ആ വ്യക്തിയുടെ ചരട് കെട്ടിയിട്ടാണ് മുമ്പിൽ വന്നിരുന്നത് എങ്കിൽ ആ വ്യക്തിയോട് ചോദിക്കണം, അല്ലെങ്കിൽ തിരുത്തണം. മോനെ ഇത് പാടില്ല, ഇത് ഉറുക്കിക്കെട്ട് ഇസ്ലാമിൽ പ്രശ്നമാണ്, അത് ശിർക്കാണെന്ന് ഹദീസിലുണ്ട്. അത് പറയണം. അത് പറയാതെ അങ്ങനെ ആവാൻ സാധ്യത ഒന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ വിചാരിക്കായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് മുമ്പിൽ വന്ന് ഈ കാര്യം സംസാരിച്ച ആ വ്യക്തി വിഷയത്തിൽ ഒരു ഹസ്നും എന്നോട് കൂടി അള്ളാഹുവിന്റെ റസൂലിന് വിടായിരുന്നു. അത് അങ്ങനെ പറയാൻ സാധ്യത ഒന്നുമില്ല, അങ്ങനെ ചിന്തിക്കാൻ സാധ്യത ഒന്നുമില്ല, എന്നെയും അള്ളാഹിനെ തുല്യപ്പെടുത്താനും സാധ്യതയില്ല എന്ന് നല്ലൊരു ചിന്തയിൽ അള്ളാഹുവിന്റെ റസൂലിന് വിടായിരുന്നു. അതും തിരുത്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണ്ട എന്ന് ഉപദേശിക്കുകയല്ല ചെയ്തത്. ഇങ്ങനെ പറയണ്ട എന്ന് ഉപദേശിക്കുകയല്ല ചെയ്തത്. നീ എന്നെ അള്ളാഹിനെ പങ്കുകാരനാക്കാണോ എന്ന് തിരിച്ച് ചോദിക്കുകയാണ്. അതിന്റെ ഗൗരവമാണത്. ഇവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ അവരോട് പറഞ്ഞതാണ്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവിടെയൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. ഇവിടെ സഹാബാക്കളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ച് ഷഹാദത്ത് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കൂടിയ സഹാബാക്കൾ. ആ സഹാബാക്കളെയും കൂട്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ നടക്കുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നത് സഹാബാക്കളാണ്. നമുക്ക് ഇതേപോലെയുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ആക്കി തരോ നബിയെ എന്ന് സഹാബാക്കളാണ് ചോദിക്കുന്നത്. അവിടെ നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണോ? മൂസാ നബീന്റെ ഖൗം പറഞ്ഞതുപോലെയാണോ നിങ്ങൾ പറയുന്നത്? മൂസാ നബീന്റെ ഖൗം പറഞ്ഞത് നമുക്ക് ഇവർക്കുള്ള പോലെ ഇലാഹിനെ നമുക്ക് ആക്കി തരുമോ? അതുപോലെയാണോ? നിങ്ങൾക്ക് ഇലാഹിനെ ആക്കി തരാനാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ സഹാബാക്കളോട് അത് ചോദിച്ചത് ശരിയായില്ല എന്ന് തോന്നുന്നുണ്ട് അറിയെങ്കിൽ. സഹാബാക്കൾ അങ്ങനെ ചിന്തിക്കോ? സഹാബാക്കൾ അല്ലാത്തൊരു ഇലാഹിനെ സഹാബാക്കൾ ചിന്തിക്കോ എന്നൊരു ഹസ്നുള്ളനോട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വേണ്ട എന്ന് പറയായിരുന്നില്ലേ? അത് നമുക്ക് തൽക്കാലം വേണ്ട എന്ന് പറയായിരുന്നില്ലേ? അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? എന്താണ് നിങ്ങൾ മൂസാ നബിന്റെ ഖൗം മൂസാ നബിയോട് ചോദിച്ച പോലെ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹ് ഉള്ളത് പോലെ നമുക്കൊരു ഇലാഹുദ എന്നാണോ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചത്? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്. വേറൊന്നും ആ ചോദിക്കുന്ന സഹാബാക്കൾക്ക് ഇനി ഒന്നും ചോദിക്കാനില്ലാത്ത രൂപത്തിലാണ് അവിടെ വെട്ടുന്നത്. അത്ര ഗൗരവമാണ്. നിങ്ങൾ എനിക്കൊരു ഇലാഹിനെ തരുമോ? നമുക്ക് അള്ളാഹിനെ കൂടാതെ നമുക്ക് ബർക്കത്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ അള്ളാഹുവിനെ കൂടാതെ ചില സെറ്റപ്പുകൾ നമുക്ക് വേണം. നമ്മുടെ പ്രശ്നങ്ങൾ ഇടപെടിപ്പിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ സുഗമമായി നടക്കാൻ നമുക്ക് അള്ളാഹുവിനെ കൂടാതെ ചില സംഗതികൾ വേണമെന്നാണോ സഹാബാക്കൾ നിങ്ങൾ ചോദിച്ചത്? മൂസാ നബിന്റെ ഖൗമ ചോദിച്ചു അതുപോലെയാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തൗഹീദ് അത്ര പ്രധാനമാണ്. അതുകൊണ്ട് സാമ്പാർ കണക്ക് വട്ടത്തിൽ ഇരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും ബായി മുമ്പോട്ട് പോവാ, അത് നടക്കൂല. അതുകൊണ്ടാണ് ചില കക്ഷികളെ, ചില തൽപര ടീമുകളെ നമ്മൾ ശക്തമായി എതിർക്കുന്നത്. നിങ്ങളുടെ രീതി പ്രശ്നമാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവരെയും കൂടെ കൂട്ടിയിട്ട്, അള്ളാഹു അല്ലാത്തവരെ ജാരങ്ങളിൽ പോകുന്നവരെ കൂടെ കൂട്ടിയിട്ട് അവരൊന്നും പ്രശ്നക്കാരല്ല, അവരെല്ലാവരും അള്ളാഹ് അംഗീകരിക്കുന്നവരാണ്, അവരൊക്കെ അള്ളാഹു ഖാലിക്കുന്നു മാലിക്കുന്നു പറയുന്നവരാണ്, അവരൊക്കെ അഞ്ചോക്ക് നിസ്കരിക്കുന്നവരാണ്, അവർക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അവരെ കൂടെ 40-50 പുറത്തു പോകുമ്പോൾ നമ്മൾ പറയാൻ പ്രശ്നമാണ്. നിങ്ങൾ അവരുടെ അഖീദ ശ്രദ്ധിക്കും.
നിങ്ങൾ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ തൗഹീദുൽ ഉലൂഹിയ്യ കൊണ്ടുവാ. ഔലിയാക്കളോട് പാടില്ല എന്ന് ശക്തമായിട്ട് പറ. ജാറങ്ങളിൽ പോകരുതെന്ന് ശക്തമായിട്ട് സംസാരിക്കും. അവിടെ ക്ലിയർ ആവുള്ളൂ. അതൊന്നും നമ്മൾ സംസാരിക്കേണ്ടപ്പാ. അവരോട് നമ്മൾ അള്ളാഹ് അംഗീകരിക്കുന്നില്ല ചോദിച്ചോ, അവരാണെന്ന് പറഞ്ഞു, ഓക്കെ. അള്ളാഹുല്ല നമുക്ക് എല്ലാം തരുന്നതെന്ന് ചോദിച്ചു, അപ്പൊ അവരാണെന്ന് പറഞ്ഞു, ഓക്കെ. ഇനി എന്തിനാ ഒരു ആവശ്യമില്ലാത്ത നമ്മൾ അടക്കാൻ നിൽക്കുന്നത്? ഇങ്ങനെയാണ് അള്ളാഹ് റസൂലിനെ അടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അള്ളാഹു റസൂലിന് അബൂജഹലിനോട് അടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവരെല്ലാം അംഗീകരിച്ചവരാണ്. അടക്കിയത് എപ്പോഴാണ്? ഇത് പറഞ്ഞപ്പോൾ ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചു, ശരി, എന്നാൽ ആത്ത വേണ്ട ഇനി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞ ഒരുപാട് വിശദീകരിച്ചതാണ് നമ്മൾ. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മമായിട്ട് തൗഹീദിന്റെ ഓരോ വിഷയത്തെ ശ്രദ്ധിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശിർക്കുൻ അസ്ഗർ, ചെറിയ ശിർക്ക്, അതിൽപ്പെട്ടതാണ് നമ്മുടെ സംസാരത്തിൽ ലവ്, അറബിയിലുള്ള ലവ് എന്നുള്ള ഭാഗം പ്രയോഗിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് കിതാബിൽ പണ്ഡിതന്മാർ എന്നെ കൊണ്ടുവന്നത്, വീട്ടിൽ വേട്ടക്ക് നിർത്തിയ അല്ലെങ്കിൽ കാവൽപ്പട്ടി, വീട്ടിൽ കാവൽപ്പട്ടിയായി നിർത്തിയ, ഗേറ്റിന്റെ അവിടെ കൂട്ടിൽ കാവൽപ്പട്ടിയായി നിർത്തിയ ആ പട്ടിയെ കുറിച്ച് നമ്മൾ പറയാണ്, ആ നായ ഇല്ലായിരുന്നെങ്കിൽ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറി. നമ്മൾ പറയാണ്, ഓ, ആ നമ്മൾ നായ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ കയറിയാനെ, നായ കുറച്ചുകൊണ്ടാണ് കയറായത് എന്ന് പറയൽ ഷിർക്കുൻ അസ്ഗറാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഷിർക്കുൻ അസ്ഗർ. ഒരു മനുഷ്യനിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഷിർക്കുൻ അസ്ഗറാണ്. ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. എന്താ നമ്മൾ പറഞ്ഞേ? നോർമലി നമ്മൾ സംസാരിക്കുന്നല്ലേ, ആയുണ്ടായോണ്ട്. ഒരു മുവഹിദ് അവന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട പ്രയോഗങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു കാത്തു. അവിടെ പട്ടി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, എൻ്റെ വീട്ടിൽ കള്ളം കയറിയിട്ടില്ല, എൻ്റെ അള്ളാഹ് കാത്തു. എൻ്റെ സമ്പത്തിനെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ അള്ളാഹ് സംരക്ഷിച്ചു. അതാണ് മുവഹിദ് പറയേണ്ടത്. ഒരു നിലക്കും ഒരു പൊടിക്കും ഭൗതികമായ ഒരു സംവിധാനത്തെയോ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും സെറ്റപ്പിനോ ക്രെഡിറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല ഇന്ന്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്തെങ്കിലും അനിഷ്ടമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറയണം? മാഷാ അല്ലാഹു. എന്താണ്? അല്ല, മോശമായ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഖദ്ദറല്ലാഹു മാഷാ ഫഅൽ. ഖദ്ദറല്ലാഹു മാഷാ ഫഅൽ. അതാണ് അവിടെ സംഭവിച്ചത്. ഖദ്ദറല്ലാഹ്, അല്ലാഹു ഖദറാക്കി. മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചു. വഫഅൽ, അല്ലാഹു അത് ചെയ്തു. അല്ലാഹു ഒരു കാര്യത്തെ തീരുമാനിച്ചു, അല്ലാഹു അത് ചെയ്തു. ഖലാസ്. ഇതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നില്ല എങ്കിൽ, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ, അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ആ പ്രയോഗം സൂക്ഷിക്കണം. അത് ഷിർക്കുൻ അസ്ഗറാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കാം. റിയാ, ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യൽ ഷിർക്കുൻ അസ്ഗറാണ്. ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യൽ, ഒരു കാര്യം ഒരു അമല് ചെയ്യാണ്, ജനങ്ങൾ കാണട്ടെ, ഷിർക്കുൻ അസ്ഗർ. റിയാ എന്താണ്? അള്ളാഹു കാണട്ടെ എന്ന് മാത്രം ചിന്തിക്കേണ്ടടുത്തുനിന്ന് ചെറിയൊരു തെറ്റ്. എന്റെ നിസ്കാരം, എന്റെ ഇബാദത്ത്, എന്റെ സദഖ, ഇതിന്റെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. ഒരു നിലക്കും ഒരു രീതിയിലും രണ്ടാമത്തെ ഒരു സംഗതി അതിലേക്ക് ചേർക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ കാണട്ടെ, കണ്ടോട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കലോടുകൂടി ആ അമല് റിയാഓടുകൂടിയുള്ള അമലായി. റിയാഓടുകൂടിയുള്ള അമൽ അള്ളാഹു പ്രതിഫലം തരൂല. അള്ളാഹുവിന് ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അത് അടുത്തേക്ക് പോയി അള്ളാഹു നാളെ ആഖിറത്തിൽ പറയും, നിങ്ങൾ ആരെയാണോ ശിർക്ക് ചെയ്ത്, നിങ്ങളെ ശുറക്കാറുകളെ നിങ്ങൾ വിളിച്ചോ, നിങ്ങൾ ഭൂമിയിൽ ആരെയാണ് നിങ്ങൾ വിളിച്ചോണ്ടിരുന്നത്, നിങ്ങൾ അവരെ വിളിച്ചോ, എന്നിട്ട് അവരോട് ചോദിച്ചോ, ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ആ രൂപത്തിൽ നമ്മുടെ തൗഹീദ് ക്ലിയർ ആവണം. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുടെ തൗഹീദിനെ ക്ലിയറാക്കി. സഹാബാക്കൾ ആ രൂപത്തിൽ അള്ളാഹിനെ പഠിച്ചു, ആ രൂപത്തിൽ ജീവിതത്തിൽ അള്ളാഹുവിനെ കൊണ്ടുവന്നു. ഈ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉണ്ടാവേണ്ടത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു. ഓരോ പ്രവാചകന്മാരുടെ ജീവിതം നമ്മൾ പഠിച്ചു, അവരുടെ ദഅവത്ത് നമ്മൾ പറഞ്ഞു. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു നിലക്കും നമ്മളെ സമ്പത്തിനെയോ, നമ്മൾ പറഞ്ഞു അല്ലെ, ഇഅ്തിമാദുൽ അസ്ബാബ്, അസ്ബാബുകളെ ഇഅ്തിമാദ് ചെയ്യൽ, അതായത് പൂർണ്ണമായിട്ടും ആസ്വദിക്കൽ ഷിർക്കാണ്. എനിക്ക് പൈസയുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് ഉണ്ട്,
അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല, എന്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ചിന്തിക്കൽ. ഇഅ്തിമാദുൽ അസ്ബാബ്, അസ്ബാബിനെ ഇഅ്തിമാദ് ചെയ്യാണ്. എന്റെ കാര്യം നടക്കാൻ എന്റെ ഈ പൈസ എനിക്ക് ഉപകരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഈ പൈസ മതി, പൈസ ഉണ്ടായത് കൊണ്ട് എന്റെ കാര്യങ്ങൾ നടക്കും എന്ന രൂപത്തിൽ ആ സമ്പത്തിനെ ഇഅ്തിമാദ് ചെയ്താൽ അത് ഷിർക്കും തൗഹീദിൽ ഷിർക്ക് കലർത്തലാണ്, അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ഷിർക്ക് വെക്കലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അത്രയും സൂക്ഷ്മമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ തൗഹീദ് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ഷിർക്കിന്റെ വിഷയത്തിൽ ആരും നിർഭയരല്ല, ആർക്കും എപ്പോഴും ഷിർക്ക് കടന്നു വരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹു പറയാണ് വമാ യുഅ്മിനു അക്സറുഹും, അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ഷിർക്ക് ചെയ്ത് കൊണ്ടല്ലാതെ. അപ്പൊ വിശ്വസിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങളാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈമാൻ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയല്ലാതെ? ഇല്ലാ വഹും മുശ്രികൂൻ, ഷിർക്ക് ചെയ്ത്. അതുകൊണ്ട് മുഅ്മിനായ ഒരാള് പിന്നെ ഷിർക്കേ സംഭവിക്കൂല. ഓൻ മരിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു തൗഹീദി സംഘടനയിൽ ഓൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഓന് മരിക്കുന്നത് വരെ മുവഹിദായിട്ട് ഇങ്ങനെ പോകാമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എപ്പോഴും തെറ്റാം, എപ്പോഴും ഷിർക്ക് കടന്നുകൂടാം, എപ്പോഴും പഴക്കാം. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എപ്പോഴും അല്ലാഹുമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ദുആണ്, അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅ. അല്ലാഹുവേ, ഹഖ്ഖിനെ ഹഖ്ഖായി നീ എനിക്ക് കാണിച്ചു തരണേ, അതിനെ പിൻപറ്റാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണേ. വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. അല്ലാഹുവേ, ബാത്തിലിനെ ബാത്തിലായിട്ട് കാണാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ, ആ ബാത്തിലിനെ ഒഴിവാക്കാനും നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആ. അതുകൊണ്ട് ഈ ദുആകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ നിമിഷത്തിലും നമ്മുടെ തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുക, അള്ളാഹുവിനെ കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കുക. ചില പണ്ഡിതന്മാർ കിതാബ് തൗഹീദ് വായിക്കും. ഇതേപോലുള്ള ദർസുകൾ കിതാബ് തൗഹീദ് വായിച്ചത് തീർന്നാൽ അടുത്ത കിതാബ് അത് വീണ്ടും തലക്കിന്ന് തുടങ്ങും. ഇതൊന്നും ഒരു പ്രോഗ്രാം അല്ല, അല്ലെ? ഒരു പ്രോഗ്രാം ആകുമ്പോഴാണ് ഒരു കിതാബ് നമ്മൾ വായിച്ചു തീർന്നു. നമ്മളിപ്പോഴത്തെ കോളേജസിനും പോലെ ഒരു വർഷം ആര് പഠിച്ചു പോലോ പഠിച്ചില്ല പോലോ, ഒന്നാമത്തെ വർഷം തീർന്നു. പരീക്ഷ എഴുതിപ്പിച്ചോ, ജയിക്കേണ്ട മാർക്ക് കിട്ടിയ ക്ലാസ്. അങ്ങനെ 7 കൊല്ലം പഠിച്ച ആലിം അല്ലാമ ആയിട്ട് പുറത്തിറങ്ങാണ്. വല്ല കോട്ടിലിട്ടെടുത്ത് തലപ്പിട്ടത് അൽ ആലിം അൽ അല്ലാമ അശ്ശൈഖ് ഫതഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കാണ്. ഒന്നാമത്തെ കൊല്ലം എന്താ പഠിച്ചത്? ഒന്നും പഠിച്ചില്ല. രണ്ടാമത്തെ കൊല്ലം ഒന്നും പഠിച്ചില്ല. 7 വർഷം പൂർത്തിയാക്കലാണോ ദീന്? അല്ല. എന്ത് കിട്ടി നിങ്ങൾക്ക്, എന്ത് പഠിച്ചു നിങ്ങൾ എന്നുള്ളതാണ് കോഴ്സ്, എന്നുള്ളതാണ്. ഇന്നത്തെ വർഷത്തിൽ ചില സിലബസ് ഒക്കെ കണ്ടായിരിക്കും മാഷാ അല്ലാഹ് ഭയങ്കര സിലബസ് ആണ്. പക്ഷെ ഈ കുട്ടി ഈ സിലബസിൽ പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങൾ പഠിച്ചോ? എന്നാലേ കാര്യമുള്ളൂ. പണ്ഡിതന്മാര് കിതാബ് തൗഹീദ് വായിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്റെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങാണ്. നമ്മൾ വായിച്ചു കഴിഞ്ഞില്ലേ? പഠിച്ചു കഴിഞ്ഞില്ലേ? ഇല്ല, പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്, വായിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞെന്തറിയോ, 8 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ വർഷം കിതാബ് തൗഹീദ് കേട്ടത്. അടുത്ത വർഷത്തേക്ക് അവനക്ക് 9 വയസ്സായി. 2 വർഷം കഴിയുമ്പോൾ 10 വയസ്സായി. ഈ 8 വയസ്സ് കേട്ടവനല്ല 10 വയസ്സ് കേൾക്കുക. 8 വയസ്സ് കേട്ട കുട്ടി 8 വയസ്സിന്റെ ബുദ്ധിയിലല്ല 10ാമത്തെ വയസ്സിലോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ ഈ ഇരിക്കുന്ന ഇപ്പൊ ഞാൻ ഈ വിഷയം സംസാരിച്ചു. ഓരോ പ്രായക്കാരും ഇതിനെ കേട്ട ഗൗരവം വ്യത്യസ്തമാണ്, അല്ലെ? 10 വയസ്സുള്ളവനും 11 വയസ്സുള്ളവനും 13 വയസ്സുള്ളവനും ഈ വിഷയത്തെ എങ്ങനെ എടുത്തു, അതേപോലെ അല്ല വലിയവരെടുത്തത്. ഞാൻ ഈ വിഷയം നമ്മൾ സംസാരിച്ചതാണല്ലോ. എന്നിട്ട് ഞാൻ ഈ വിഷയം ഞാൻ പുതിയ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ കുട്ടികളെ വയസ്സ് കൂടി 13 ആയി, 14 ആയി, 15 ആയി, 16 ആയി, 17 ആയി. അവർക്ക് നമ്മൾ ഈ പറഞ്ഞ വിഷയം കിട്ടിയില്ല. അപ്പൊ തൗഹീദിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഇത് ശ്രദ്ധിക്കുമായിരുന്നു. മുമ്പിലിരിക്കുന്ന സാമീഅ്യങ്ങളുടെ പ്രായം കൂടുകയാണ്. അപ്പൊ ആ പ്രായത്തിനനുസരിച്ച് കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ പ്രായത്തിലുള്ളവരും ഓരോ പ്രായത്തിലും കേട്ടോണ്ടേയിരിക്കണം. അങ്ങനെ തഹ്ഖീഖാവണം. വേറെ എന്തിനും പ്രശ്നങ്ങൾ വന്നാലും അഖീദയിൽ പ്രശ്നങ്ങൾ വരരുത്. ഉറക്കണം. എന്ത് ശിർക്ക് കടന്നു വന്നാലും അത് ശിർക്കാണെന്ന തിരിച്ചറിവുണ്ടാവും അവർക്ക്. ഇത് പ്രശ്നമാണ്. അതിന് എന്ത് കോലത്തിൽ വന്നാലും അവർക്ക് തിരിച്ചറിയും. കാരണം അവർ ആ കോലത്തിലാണ് ഇത് പഠിച്ചു വെച്ചത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അമൽ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുവഹിദായി ജീവിക്കാനും
ആ തൗഹീദിന് വേണ്ടി പണിയെടുക്കാനും ആ അവസ്ഥയിൽ മരിക്കാനും അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല മുവഹിദായി സഹാബാക്കളുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അമ്പിയാക്കളുടെ കൂടെ നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.